അപ്പോൾ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു, മറ്റുള്ളവർക്ക് അവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെന്നപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത്. കാരണം അതങ്ങനെയല്ലേ, കൊണ്ടുവരാൻ വരുന്നത് നമ്മൾ ഒരു വേറെ വൈബല്ലേ. പക്ഷെ പോകുന്നത് അത്ര വലിയ രസമില്ലെങ്കിലും പക്ഷേ ആ വരണത് വലിയൊരു വൈബല്ലേ. അപ്പോൾ ഇതാ മറ്റുള്ള ആ തളിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോലൊക്കെ ഇങ്ങോട്ട് വന്ന്. ഇച്ചുവിനൊന്നും അറിയില്ല മൂത്താപ്പ വരികയാണെന്നൊന്നും. ആപ്പാപ്പ പോവാന്ന് പറഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്. ആപ്പാപ്പ എന്താ പോവാത്തതെന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ഓരോന്ന് ചോദ്യങ്ങളൊക്കെ അങ്ങനെ ഫ്യൂവിനൊക്കെ ചെറിയൊരു സംശയമൊക്കെ അങ്ങനെ വന്ന് തുടങ്ങിയിരുന്നു. ഐസുദ അങ്ങനെ മാമൻ്റെ തോൾ കിടന്ന് വെല്ലം അങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. ഓനങ്ങനെ കൊണ്ടിടുന്ന ഓളങ്ങനെ ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഓനെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റുമായി. ദൂരത്ത് നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതായി. കുറേ 2 വർഷം കഴിഞ്ഞിട്ട് കാണില്ലേ കുട്ടി. അപ്പോൾ ഓനെ കണ്ടതേക്കിന് ഫ്യൂവും ഇച്ചൊക്കെ ഓടി ചെന്ന് ഫ്ലവറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓനാണെങ്കിൽ ഭയങ്കര കുട്ടികളെ വെച്ച് ഭയങ്കര ക്രേസുള്ള ആളാണ് ഓന്. അതിന് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഫ്യൂ കുറേ കാലമായിട്ട് ചോദിക്കൽ തുടങ്ങിയത് അപ്പച്ചി എന്ന് വരിക. അതിൻ്റെ ഒരു എന്നും ചോദിക്കും ഉപ്പച്ചി എന്നാ വരാനായോ എന്ന്. അങ്ങനെ ഓല് ബൊക്കെ കൊടുന്ന് പിന്നെ ഓൻ്റെ രണ്ടാമത്തെ കുട്ടീനെ സിലുവിനെ ഓനെ ആദ്യമായിട്ട് കാണാൻ. ഓള് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എന്തോ പോയതായിരുന്നു ഓളെ. ഇപ്പോൾ ഇതാ ഫസ്റ്റായിട്ട് ഓളെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഓളെ വീഡിയോ കോളിലല്ലാതെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഓളും തന്നെ ഫോണിൽ കൂടി കാണിച്ചു കൊടുക്കുമ്പോൾ ഉപ്പച്ചിയാണത്. നേരിട്ട് കാണുമ്പോൾ ആപ്പാപ്പയാണ് എന്നൊക്കെ പറയുന്നു, ഉപ്പച്ചിയല്ല. ഫോണിൽ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഓള്. ആ ഒരു മൊമെൻറ്റ് ഭയങ്കരമായിരുന്നു. ഒരു ഫസ്റ്റായിട്ട് ഓനോളെ കാണാണ്. ആദ്യം അങ്ങനെ പോയതൊന്നുമില്ല, പിന്നെ അങ്ങനെ കുറച്ച് പതിയെ അങ്ങനെ സെറ്റായി വന്ന്. അങ്ങനെ ഇതാ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ലഗേജൊക്കെ ആയിട്ട് ഞങ്ങൾ കാറിൽ പോകാൻ നിൽക്കുകയാണ്. വന്ന പോലെ തന്നെ 2 കാറായിട്ട് മറ്റോല് ഫ്യൂ ഞങ്ങളെ വണ്ടിയിൽ നിന്നല്ല മറ്റേ വണ്ടിയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ എന്താ പോകുമ്പോൾ ഓന് നട്ട്സും മുട്ടായിയൊക്കെ കുറച്ച് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വയ്ക്കുന്നൊരു നട്ട്സിൻ്റെയും ഒരു അറബിക് കടയിൽ കയറിയിട്ട് ഞങ്ങൾ കുറേ മുട്ടായി നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി. ഓൻ അവിടെ നിന്നൊന്നും അതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ടോയ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഫുള്ള് നാട്ടിൽ വന്നിട്ടല്ലേ ഇപ്പം അധികം ആൾക്കാർ മിഠായിയൊക്കെ അങ്ങനെ വാങ്ങിക്കാറ്. അങ്ങനെ അവിടെ നിന്ന് മേടിച്ച് വരാം. അതിനെക്കാട്ടി റേറ്റിൽ ഇവിടെ നിന്ന് കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടുമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ വെറുതെ ഇതാണ് ഗൾഫിൽ നിന്ന് വന്ന കാക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പോൾ നൈസായിട്ട് ഞങ്ങൾ 4 ആൾ മാത്രമേ ഞങ്ങളെ കാറിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാം മലപ്പുറത്ത് കുന്നുമ്മ പോയിട്ടൊരു ചായയും ഒരു പൊരിച്ച പത്തിരിയും നല്ലൊരു കോഫിയൊക്കെ ഇങ്ങനെ കുടിച്ച് നല്ല സെറ്റായി ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളിത് കുടിച്ചതിന് കാരണം മറ്റുള്ളവരൊക്കെ വീട്ടിലെത്തിയിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ